നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ജാതിയുണ്ടല്ലേ. കീഴ്ജാതി മേൽജാതി എന്നൊക്കെ പറഞ്ഞിട്ട് സെഗ്രിഗേഷൻ ഉണ്ട്. ഇതെങ്ങനെയാണ് വന്നതെന്നറിയോ? എങ്ങനെ അത് വന്നു? മനുഷ്യൻ ഉണ്ടാക്കി വെച്ചത് തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ് വന്നത്? എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്? റൈറ്റ്. സോ തൊഴിലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ജാതിയുടെ സെഗ്രിഗേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ. സോ മേൽജാതിക്കാരായ ബ്രാഹ്മിൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ ആ പൊസിഷനിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഡിവൈനിറ്റി കീപ്പ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് മാംസഭക്ഷണം കഴിക്കാതെ വെജിറ്റേറിയൻ മാത്രം വെച്ചിട്ട് എപ്പോഴും ക്ഷേത്രത്തിൽ കയറുമ്പം അവർ ഹൈജീനായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഒപ്പം തന്നെ ഒരു ബ്രാഹ്മൺ അല്ലെങ്കിൽ ഒരു പൂജാരി ഒത്തിരി ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് ബാഡ് സ്പെല്ലിലൊന്നും നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് അവരധികമൊന്നും അധ്വാനിക്കാൻ പോകാതെ എപ്പോഴും കുളിച്ച് വൃത്തിയായി അപ്പോൾ എപ്പോഴും അവർ ഹൈജീനിക് ആയിട്ടുള്ള ഒരു ലെവലിൽ അവരെ തന്നെ വെക്കുന്നത് കൊണ്ടാണ് അവർ എല്ലാവരും ഏത് രീതിയിൽ കാണുന്നത്? ഒരു ഡിവൈൻ പേഴ്സണാലിറ്റി ആയിട്ട് കാണുന്നത്. അത് കഴിഞ്ഞ് അടുത്തൊരു ക്ഷത്രിയരെന്നൊക്കെ പറയുന്നത് എപ്പോഴും യുദ്ധത്തിന് പോകാനും ആൾക്കാരെ റെസ്ക്യൂ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു രക്തത്തിളപ്പുള്ള ആ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ അവർ വേറൊരു സെഗ്മെൻറ്റായി. പിന്നെ ഇങ്ങറ്റത്ത് താഴെ കടയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും പശുവിനോടും ആടുമാടുകളോടും വയലിലും ഒക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും വേർപ്പ് നാറ്റമായിരിക്കും, എപ്പോഴും ഒരു ദുർഗന്ധമായിരിക്കും, എപ്പോഴും അങ്ങനെ നടക്കും. അവരെല്ലാം നമ്മൾ ഏറ്റവും ലോ കാസ്റ്റിലുള്ള ആൾക്കാരായിട്ട് സെഗ്രിഗേറ്റ് ചെയ്തു. സോ ഈ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ജാതി വ്യവസ്ഥ പണ്ട് കാലത്ത് വച്ചത്. പക്ഷേ ഇന്ന് ഇതൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് നമ്മുടെ സംസ്കാരം മാറി. അപ്പോൾ ഇന്ന് ഈ ജാതിയുടെ ഒന്നും ഒരു സെഗ്രിഗേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഈ സെഗ്രിഗേഷൻ മനസ്സിലായല്ലോ. അപ്പോൾ ഈ ജ്യോതിഷാലയം നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ജോലി എന്താ? ജ്യോതിഷം പറയുക, വരുന്ന ആൾക്കാരെല്ലാം ആ ഒരു രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു എൻവയോൺമെൻറ്റിനകത്ത് നിന്ന് മാറി മറ്റൊരു ലെവലിലേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഇരിക്കുന്ന ആ ഒരു ലെവലിൽ നിന്നുള്ള കാര്യങ്ങൾക്ക് കളങ്കം ഉണ്ടാവും. ഇപ്പോൾ ഈ ആളെപ്പോഴും മൈൻഡ് ഏതിനകത്തിട്ടിരിക്കുക? ആ ജ്യോതിഷത്തിൻ്റെ കാര്യങ്ങളും ആ ചിന്താഗതികളൊക്കെ ഇട്ട് മൈൻഡ് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ വരുമ്പോഴത്തേക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. കാരണം ഫുൾ ടൈം ഇതിനകത്ത് എൻഗേജ്ഡ് ആണ്. സോ ഇദ്ദേഹം മറ്റേതെങ്കിലും ഒരു കാര്യത്തിനകത്ത് പോയി അദ്ദേഹത്തിൻ്റെ ടൈം കളഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് എങ്ങോട്ട് പോകും? ഇദ്ദേഹം എപ്പോഴും സിനിമ കാണാൻ പോകുന്ന ആളാണെന്നിരിക്കട്ടെ. അപ്പോൾ സിനിമ കാണാൻ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ ഇതിനകത്ത് നിലനിൽക്കത്തില്ല, മറ്റുള്ള ചിന്തകളിലേക്ക് ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് പെട്ടെന്നൊരാൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു കണക്ഷനിൽ നിന്നുകൊണ്ടുള്ള സൊല്യൂഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൂടുതൽ സമയം ഇദ്ദേഹം എന്ത് ചെയ്യും? ഇതിനകത്ത് തന്നെ നിലനിന്ന് പോകും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ പഴയ പ്രൊഫഷൻ എന്തായിരുന്നു? ഞാനൊരു IT പ്രൊഫഷനിലായിരുന്നു. എന്തുകൊണ്ട് എനിക്കൊരു IT പ്രൊഫഷനിൽ ഒരു കമ്പനി തുടങ്ങി ഒരു ഇൻഡസ്ട്രിയൊക്കെ തുടങ്ങി അതും കൂടെ എനിക്ക് സൈഡ് വഴി കൊണ്ടുപോകൂടാ? സോ അതിനകത്ത് ഞാൻ മൈൻഡ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ സ്പിരിച്വൽ ലെവലിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിനകത്ത് എന്തുകൊണ്ടോ കോട്ടം ഉണ്ടാവും. അത് കൊണ്ടുപോയിക്കൂട്ടാന്ന് നിയമമൊന്നുമില്ല. എനിക്ക് രണ്ടും പാരലി കൊണ്ടുപോകാം. ഞാൻ കൊണ്ടുപോകാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇരിക്കുന്ന റലത്തിനകത്ത് കളങ്കം ഉണ്ടാകും, അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകും, എൻ്റെ കോൺസെൻട്രേഷൻ വേറെ ലെവലുള്ള കാര്യങ്ങളിൽ മാറിപ്പോകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വേറൊന്നും ചെയ്യാതിരിക്കുന്നത്. സോ സെയിം വേ, അത്രയേ ഉള്ളൂ.